അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഇവിടെ പ്രഭാതവും അവിടെ ഈവനിങ്ങുമാണല്ലോ. ഈ നല്ല സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കൊരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടുവാൻ സർവശക്തനാകുന്ന ദൈവം നൽകിയ അവസരങ്ങളെ നന്ദിയോടുകൂടെ സ്മരിക്കുകയും എല്ലാം മഹത്വവും ദൈവശത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഏറെ ബഹുമാന്യനായ ടിജോ മാത്യു പാസ്റ്ററും പ്രിയ സഹപ്രവർത്തകരും ശുശ്രൂഷകന്മാരുമായിരിക്കുന്ന കർത്തദാസന്മാർ, പ്രിയ കോശി പാസ്റ്റർ, മറ്റ് സഹോദരി സഹോദരന്മാർ, പ്രിയ ബെറ്റി സഹോദരി, ബ്രദർ ബിജോയി, അതുപോലെ ഗ്രേഷ്യ, പ്രിയ മോളി സിസ്റ്റർ, റെനി, പ്രിയ ഡെൻസി ചെറിയാൻ, ടിറ്റോ തുടങ്ങിയ എല്ലാ കർത്തദാസന്മാർക്കും ദാസിമാർക്കും യേശു ക്രിസ്തുവിന്റെ നിഷ്തുല്യമുള്ള നാമത്തിൽ വിനീതമായ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ദൈവവചന പഠനത്തിന് ലഭ്യമാകുന്ന അവസരങ്ങളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് വിവിധ ഓഫീസുകളെ കുറിച്ചാണ്. അതിൻ്റെ ശുശ്രൂഷക ബന്ധങ്ങളെ കുറിച്ചും അതിൻ്റെ വിശദീകരണമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അധ്യക്ഷനെ കുറിച്ചാണ്, അഥവാ മൂപ്പൻ, അധ്യക്ഷനിടെ ഈ മൂന്ന് പദങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് എൽഡർ, ബിഷപ്പ് ആൻഡ് പാസ്റ്റർ. ഈ മൂന്ന് ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് പദവികൾ ഏതാണ്ട് ഒരേ രീതിയിലുള്ള ഒരേ പൊസിഷനാണ് എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിലേക്കാണ് ഇന്ന് നമ്മൾ വരുന്നത്. ഈ പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ടാണ് ഈ പദവികളെ കുറിച്ച് നമ്മൾ പരിഗണിച്ച് പഠിക്കുന്നത്. സഭയിലെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് വളരെ പ്രാധാന്യത സഭയിലുണ്ട്. കാരണം ഒരു പ്രാദേശിക സഭയ്ക്കാണ് എന്നും എക്കാലവും ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഡർ, അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡിയുടെ തെരഞ്ഞെടുപ്പാണ്. നമ്മളതിന് ചില ക്വാളിറ്റികൾ വെക്കാറുണ്ട്. ചിലർ പാർട്ടിക്കാരുണ്ട്, അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP ആകട്ടെ. പക്ഷെ ചിലർ നിഷ്പക്ഷ വോട്ടുകളുണ്ട്. കേരളത്തിൽ നിന്നും നിഷ്പക്ഷ വോട്ടുകളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം. അപ്പൊ ഈ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് വോട്ട് ചെയ്യുന്ന സമ്മതിദായകനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ക്വാളിറ്റി നമ്മൾ നോക്കാറുണ്ട്. നമ്മളൊരു സാധനം മേടിച്ചാലും എന്ത് മേടിച്ചാലും അതിനെല്ലാം ക്വാളിറ്റി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ പലപ്പോഴും നിയമിക്കപ്പെടുന്ന ആളുകളാണ് പലപ്പോഴും അധ്യക്ഷന്മാർ, മൂപ്പന്മാർ, ഇടയന്മാർ എന്നൊക്കെ പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു അധ്യക്ഷൻ എങ്ങനെയായിരിക്കണം, ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ, ഇടയൻ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ അധ്യക്ഷന്മാർക്കും ഇടയന്മാർക്കും മൂപ്പന്മാർക്കും നിർദ്ദേശം കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം, അതുപോലെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ, 7-ാമത്തെ വാക്യം, 1-ാം അധ്യായം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് ഏതാണ്ട് 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ 1 തിമോഥെയോസിന്റെ 3-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇവിടെ ഞാനതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് 4 ഭാഗമായി തിരിച്ചു വേണം നമ്മൾ പഠിക്കാൻ. അതിൽ ഒന്ന് വ്യക്തിപരമായ യോഗ്യതകളാണ്. അപ്പോൾ പ്രാദേശിക സഭയിലെ അധ്യക്ഷന്റെ യോഗ്യതകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിനെ 4ആയി തിരിച്ച് നമ്മൾ പഠിക്കണം. ഒന്നാമത്തത് വ്യക്തിപരമായ യോഗ്യതകളാണ്. ഈ വ്യക്തിപരമായ യോഗ്യതകൾ 2 സാമൂഹിക യോഗ്യതകളാണ്. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഗുണങ്ങൾ, ക്വാളിറ്റി. ദെൻ സ്പിരിച്വൽ, ആത്മീയമായ യോഗ്യതകളാണ്. 4ാമത്തത് ഇച്ഛാപരമായ യോഗ്യതകൾ എന്ന് പറയും. നമ്മൾ ഈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ഇതിനോടുള്ള നമ്മളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച യോഗ്യതകളാണ്.
ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. വ്യക്തിപരമായ യോഗ്യതകളാണ്. നമുക്കിത് അറിയാവുന്ന ഭാഗമാണ്, എങ്കിലും നമ്മളിത് ഇതിനോട് ചേർന്ന് പഠിച്ചും പറഞ്ഞും പോകണമല്ലോ. വ്യക്തിപരമായ യോഗ്യതകൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, അതിന്റെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ വിധായക ഗുണങ്ങൾ എന്ന് പറയും. വിധായക ഗുണങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്നാണ്. രണ്ടാമത്തത് നിഷേധ ഗുണങ്ങളാണ്, നമ്മൾ ഒഴിവാക്കേണ്ട ഗുണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ രണ്ട് വിധത്തിലാണ് വ്യക്തിപരമായ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, നാം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. രണ്ട്, നമ്മളിൽ ഇല്ലാതിരിക്കേണ്ട ഗുണങ്ങൾ. അത് ഗുണങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിലും നമ്മളിൽ ഇല്ലാതിരിക്കേണ്ട ദോഷങ്ങൾ, നമ്മൾ പാലിക്കാതിരിക്കണം അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, രണ്ട് വിധത്തിൽ പറയാം. അപ്പം വിധായക ഗുണങ്ങളാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. നമ്മൾ വായിക്കുന്നു 1 തിമോഥെയോസ് 3:2 മുതലുള്ള വാക്യങ്ങളിൽ അധ്യക്ഷനെ കുറിച്ച്. ഒന്ന്, അവൻ നിരപവാദ്യൻ ആയിരിക്കണം എന്ന് പറയും. നിരപവാദ്യൻ ആയിരിക്കണം. അതിന് നമ്മൾ ഈ ഓഷന്റെ ബൈബിളിലൊക്കെ പറഞ്ഞ പദം കുറച്ചുകൂടെ നല്ലതാണ്. ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം. ആരോപണങ്ങൾക്ക് അതീതൻ എന്ന് പറഞ്ഞാൽ ആരോപണം ഏൽക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ളതല്ല, ആരോപണങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്ന അർത്ഥത്തിലാണ് നിരപവാദ്യൻ എന്ന് പറയുന്നത്. അപ്പം അപവാദങ്ങളിലേക്ക്, ആരോപണങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അത് നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകളാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില്, കുടുംബത്തോടുള്ള ബന്ധത്തില്, സമൂഹത്തോടുള്ള ബന്ധത്തില് നമ്മൾ എപ്പോഴും ആരോപണങ്ങളിൽ ചെന്ന്, ആളുകൾ ഈ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രം, അതെന്താണ് നമുക്കറിയാം, മിക്കറിയാം ആരോപണങ്ങൾ. അത് മാത്രമല്ല ആരോപണങ്ങൾ, പക്ഷം പിടിക്കുന്ന എന്താ പറയുന്നത്, ദ്രവ്യാഗ്രഹികളായ, അതുപോലെ തന്നെ അധികാരമോഹികളായ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി മനുഷ്യനിൽ നിൽക്കുന്ന കുറെ ഘടകങ്ങൾ. ഇതിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അപ്പൊ ആ നിലകളിൽ നമ്മളെ കുറിച്ച് ഒരാൾ പറയാൻ നമ്മൾ അനുവദിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നിരപവാദ്യൻ ആയിരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നിർമ്മതനായിരിക്കണം എന്ന് പറഞ്ഞു. അത് തീത്തോസ് 1:8 ആ പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. നിർമ്മതൻ ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആരോപണങ്ങൾക്ക് അതീതനായിരിക്കണം, അപ്പോൾ തന്നെ നിർമ്മതനായിരിക്കണം. നിർമ്മതൻ. ഇനി എന്താണ് നിർമ്മതൻ എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ. നിർമ്മല, നിർമ്മലം എന്ന് തന്നെയാണ്. നിർമ്മലൻ എന്നുള്ളത് തന്നെയാണ് നിർമ്മതൻ എന്ന് പറയുന്നത്. നിർമ്മലതയുള്ള ഹൃദയം ആർക്കുണ്ടോ അവനാണ് നിർമ്മതൻ എന്ന് പറയുന്നത് അല്ലെ. നിർമ്മലമായിരിക്കുക, മലിനമില്ലാതിരിക്കുക, കളങ്കമില്ലാതിരിക്കുക, ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് ജീവിക്കാൻ കഴിയുക, തുറന്ന പുസ്തകം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അതല്ലേ യേശുക്രിസ്തുവിനെ മാറി മാറി വിധിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അവനെ നോക്കി, അവർ ഒത്തിരി നോക്കി ഒരെണ്ണമെങ്കിലും ഒന്ന് കണ്ടെത്താനായിട്ട്. പക്ഷെ യേശുവിന്റെ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അങ്ങനെ ഒരു കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ നിർമ്മതനായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തത് ജിതേന്ദ്രിയനായിരിക്കുക എന്ന് പറയുന്നത്. ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജിതേന്ദ്രിയൻ, ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ദ്രിയ ജയം അല്ലെ, ഇന്ദ്രിയത്തെ ജയിക്കുക. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചടക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലെ. നമ്മൾ തന്നെ പറയാം കൺമോഹം, ജഡമോഹം എന്നൊക്കെ പറയും അല്ലെ. നമ്മുടെ കണ്ണ് കൊണ്ടുള്ള ആഗ്രഹങ്ങൾ പലതും നമ്മൾ കണ്ടാണ് മോഹിക്കുന്നത്, കണ്ടാണ് ആഗ്രഹിക്കുന്നത്. കാണുമ്പോഴാണ് നമുക്ക് ഇമ്പമുള്ളതായി തോന്നുന്നത്, കാണുമ്പോഴാണ് നമുക്ക് ആഗ്രഹം തോന്നുന്നത്. അപ്പം കൺമോഹത്തെ നമ്മൾ ജയിക്കണം, കണ്ണിനെ ജയിക്കണം. നമ്മൾ കേൾക്കേണ്ടത് കേൾക്കുക, ചെവിയെ ജയിക്കണം. നമ്മൾ മണക്കേണ്ടത് മണക്കുക. നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ സ്മെല് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പർശനം മതി. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ശോധന ചെയ്യാൻ കഴിയണം. നമുക്ക് ആവശ്യമുള്ളത് രുചിച്ചാൽ മതി. അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായിരിക്കണം. പലയിടങ്ങളിലും ദൈവദാസന്മാർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കേൾക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കേട്ടത് വെച്ച് നമ്മൾ മറ്റൊരാളെ വിലയിരുത്താനോ മറ്റുള്ള ഒരാളോട് സംസാരിക്കാനോ പോകാൻ പാടില്ല. നാം കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. ഇനി ശരിയാണെ കൂടി അതിനെ നമുക്ക് ജയിക്കാൻ കഴിയണം. ഒരാൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു, അപവാദം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
നമ്മളത് കൂട്ടി ചോദിക്കാനും പറയാനും ഒക്കെ പോകുന്നതോടുകൂടി നമ്മുടെ ഇന്ദ്രിയ ജയം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ജിതേന്ദ്രിയരായിരിക്കണം. അടുത്ത പറയാ സുശീലനായിരിക്കണം എന്ന് പറയുന്നു. സുശീലൻ തിമത്തിയോസ് 1:8 പറയുന്നു സുശീലനായിരിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ ആ, ഈ സുശീലനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശീലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സുശീലൻ എന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട്, പക്ഷെ അവർക്ക് നല്ല ശീലം കാണുകയില്ല. സുശീലൻ എന്നാണ് പേരെന്ന്, പക്ഷെ രാവിലെ അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അല്ലെ? നല്ല ശീലമുള്ളവൻ രാവിലെ എഴുന്നേൽക്കും, പക്ഷെ സുശീലനെയും ആര് വിളിച്ചെഴുന്നേൽപ്പിക്കണം? ആ, വീട്ടിലുള്ളവർ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അല്ലെ? സുശീലന് നല്ല ഗുണങ്ങൾ, നല്ല ശീലമുള്ളവനാകണം. വചനം പഠിക്കാൻ, വചനം ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ശുചിത്വങ്ങൾ, നമ്മുടെ അന്തസ്സുള്ള പെരുമാറ്റങ്ങൾ, നല്ല ശീലം, മനുഷ്യരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക, സ്നേഹപൂർവ്വം ഇടപെടാൻ കഴിയുക, വാത്സല്യത്തോടെ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയണം. ഇത് പാസ്റ്റർമാരെ സംബന്ധിച്ച് മിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ പാസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്നവർ, അല്ല അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞത് ഈ പ്രസംഗം എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ല. മനുഷ്യനോട് നമ്മൾ സംസാരിക്കുന്നത്, ഇടപെടുന്നത്, അവരെ സ്നേഹിക്കുന്നത്, അവരെ ആദരിക്കുന്നത്, അവരെ കരുതുന്നത്, അവരെ ചേർത്ത് പിടിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ കൂടെ നിൽക്കുന്നത്, അവരോട് അനുഭാവപൂർണമായി പെരുമാറുന്നത്, ഇതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ നല്ല ശീലങ്ങളിൽ പെട്ടതാണ്. നല്ല ശീലം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെ അതല്ല, ആ അർത്ഥത്തിലല്ല. ഫിസിക്കൽ ശീലം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മെന്റലി നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മനസ്സ്, നമ്മുടെ ഇടപെടൽ, നമ്മളുടെ സംസാരം, നമ്മൾ മറ്റുള്ളവരോടുള്ള സമീപനം, ഇതിലാണ് നല്ല ശീലങ്ങൾ നമ്മൾ രൂപപ്പെടേണ്ടത്. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ഒരു ദേവദാസൻ എപ്പോഴും മനുഷ്യനോട് സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം ഇടപെടാനായിട്ട് കഴിയണം, ഇല്ലേ? കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, തല്ലിക്കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ ജീവൻ കൊടുക്കാൻ പാടാണ്. അതാണ് എന്റെ പ്രശ്നം. അപ്പോ ജീവനുള്ളതിനെ തല്ലിക്കൊല്ലുകയല്ല, ആ ജീവനുള്ളതിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അതിനുവേണ്ടി കരുതുകയും ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നല്ല ശീലങ്ങൾ നമുക്കുണ്ടാകണം. അത് മനുഷ്യനോടുള്ള പെരുമാറ്റമാണ് നല്ല ശീലം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് പറയാണ് ശാന്തനായിരിക്കണം. അത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേ നമ്മുടെ ശാന്തതയൊക്കെ നഷ്ടപ്പെടും. നമ്മൾ ശാന്തനാണോ ഇല്ലയോ നമ്മുടെ വീട്ടിലുള്ളവർ ചോദിച്ചാൽ മതി, അല്ലെ? നമ്മൾ ശാന്തരായിരിക്കും. ശാന്തത എന്ന് പറയുന്നത് മിണ്ടാതിരിക്കും. പലരും ഓർക്കുന്നത് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്നതാണ് ശാന്തത എന്നുള്ളതാണ്. അങ്ങനെയല്ല. ശാന്തത എന്ന പദത്തെ നമ്മൾ അർത്ഥമാക്കുമ്പോൾ, അതിനെ വിശകലനം ചെയ്യുമ്പോൾ, ശാന്തത എന്ന് പറയുന്നത് ചുമ്മാതെ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ശാന്തമായി ഇടപെടുന്ന ആളുകൾ. പക്ഷെ അങ്ങനെയുള്ളവരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ ശാന്തരാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അവർ വയലന്റ് ആയി കഴിയുമ്പോൾ നമുക്കറിയാം, അവരൊന്ന് പ്രകോപിതരായി കഴിഞ്ഞാൽ അറിയാം അവരുടെ ശാന്തത എവിടെ പോകുന്നു. അപ്പം അതല്ല ശാന്തത. ശാന്തത എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നത്തെ, ഏതൊരു വിഷയത്തെയും വളരെ ഗൗരവത്തോടെ ശാന്തമാണ് എന്ന് പറഞ്ഞാൽ, ആ വിഷയം ആ വ്യക്തിയെ മുറിവേൽപ്പിക്കുകയോ ആ വിഷയം ആ വ്യക്തിയെ തകർത്ത് കളയാതെ അതിനെ അതിജീവിക്കാനുള്ള കരുത്തോടു കൂടി ശാന്തമായി ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന സ്വഭാവശീലമാണ്. കാറ്റും കോളും ഒക്കെ അടങ്ങുമ്പോ, അത് അലറി വരുമ്പോ യേശു അതിന് മുകളിലൂടെ നടക്കുന്നതിന് ശാന്തത എന്നാണ് പറഞ്ഞത്. പത്രോസ് അതിന് മുകളിൽ ആദ്യം നിന്നു, പക്ഷെ കാറ്റൊക്കെ കണ്ടപ്പോൾ താഴേക്ക് വീണു. അവൻ ശാന്തതയില്ലാത്തവന്. ശാന്തത എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. ഒരു പ്രശ്നത്തിന്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ കഴിയുക, ഒരു പ്രശ്നത്തെ നമ്മൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് കഴിയുക, അതിനെ സാവധാനതയോടുകൂടെ സമീപിക്കാനായിട്ട് കഴിയുക, ആവേശഭരിതരായി തീരാതെ, ഉപരിവിപ്ലവമായ ആ വിഷയത്തെ കാണാതെ അതിനെ നമുക്ക് ശാന്തമായി അത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു അധ്യക്ഷന് കഴിയണം, ഒരു പാസ്റ്റർക്ക് കഴിയണം. നമുക്കറിയാം, സഭകളിൽ പ്രശ്നമുണ്ടായിട്ട് എത്രയോ സഭകളാണ് വിഘടിച്ചു പോകുന്നത്. അധ്യക്ഷ പദവിയിൽ ഇരിക്കുക. അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ആ സഭയിലെ പാസ്റ്റർ മാത്രമല്ല, ആ സഭയിലുള്ള അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, സൺഡേ സ്കൂളിന്റെ അധ്യാപകർ, അതിന്റെ യൂത്തിന്റെ ലീഡേഴ്സ്, അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. കേവലം ഒരാളിലേക്ക് മാത്രമല്ല നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ ഏകീകരിക്കുന്നത്. അധ്യക്ഷനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രാദേശിക ഘടകത്തിലെ എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ പദവികളെയും ഇത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ശാന്തമായിട്ടിടപെടും. നമ്മൾ മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടാകും. ചിലര് ബോംബുമായിട്ട് എപ്പോഴും നടക്കുന്നത്, ബോംബിടുക, തകർക്കുക എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മൾ ബോംബിട്ട് തകർക്കാൻ വന്നവരല്ല. നമുക്ക് ആ ബോംബിനെ നിർവീര്യമാക്കാൻ, അതിനാ വയാറുകൾ വിടിവിച്ച് കളഞ്ഞ് നിർവീര്യമാക്കാൻ കഴിയുന്നതിനെയാണ് ശാന്തത എന്നതുകൊണ്ട് ഇവിടെ അർത്ഥം. അപ്പം 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിരവവാദ്യ നിർമ്മതൻ,
ജിതേന്ദ്രിയൻ, സുശീലൻ, ശാന്തൻ എന്നുള്ള 5 വ്യക്തിപരമായ യോഗ്യതകൾ, വിധായക ഗുണങ്ങൾ ഒരു പാസ്റ്റർക്ക്, ഒരു ബിഷപ്പിന് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത്, അതിന്റെ രണ്ടാമത്തെ പാർട്ട്, ബി പാർട്ട്, നിഷേധ ഗുണങ്ങളാണ്, ഇല്ലാതിരിക്കേണ്ട ആ, കാര്യങ്ങളാണ്, അഥവാ ദുർഗുണങ്ങൾ. ഇത് ഉണ്ടാകാൻ പാടില്ല, ഒരു അധ്യക്ഷനിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോഴും ചിന്തിച്ചപ്പോഴും എന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു, മനസ്സിലാക്കി. അതിൽ ഒന്നാമത്തത് മദ്യപ്രിയനാകരുതെന്നുണ്ട്. 1 തിമോത്തിയോസ് 3:3, തീത്തോസ് 1:7 കാണുന്നു, മദ്യപ്രിയനാകരുത്. അപ്പൊ മദ്യപ്രിയനാകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്തിക്കും ഈ അതിന്റെ കൂടെ തന്നെ തല്ലുകാരൻ കിടപ്പുണ്ട്, അല്ലെ? അപ്പൊ ഈ മദ്യപ്രിയൻ, അപ്പൊ അന്ന് ഈ തീത്തോസിനൊക്കെ ലേഖനം എഴുതുമ്പോൾ, തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, ആദ്യ നൂറ്റാണ്ടിലെ ആ സഭകളിൽ അധ്യക്ഷരായിരുന്ന പലരും മദ്യപിക്കുമായിരുന്നു എന്നായിരുന്നു. അങ്ങനെ ഒരു അർത്ഥം കൂടെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടെത്താനായിട്ട് കഴിയും. കാരണം അവരന്ന് വീഞ്ഞ് സേവിക്കുമായിരുന്നു. ആ വീഞ്ഞ് അവരെ മത്തരാക്കുന്നത് വരെ സേവിക്കുന്ന അധ്യക്ഷന്മാർ അന്നും ഉണ്ടായി. അപ്പൊ ഇന്നും ഉണ്ട്. ഇന്നും വമ്പന്മാരായ പാസ്റ്റർമാർ പലരും മദ്യപിക്കുന്നവരാണ് എന്ന് പരസ്യമായ രഹസ്യമാണ്. ഒത്തിരി പേരെ കുറിച്ചായിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട്. ചിലർ മദ്യപിക്കുന്നു, ചില പാട്ടുകാർ അവർ മദ്യപിച്ചിട്ട് സ്റ്റേജിൽ കയറി, കൺവെൻഷനിൽ കയറി പാടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തിപരമായി കേട്ടിട്ടുണ്ട്. അപ്പം ഒരധ്യക്ഷൻ മദ്യപ്രിയനാകരുത്, വീഞ്ഞ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മദ്യപ്രിയൻ എന്നതിനോട് നമുക്ക് ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു ആഹാരപ്രിയൻ എന്നും കൂടെ വേണം ചേർക്കാം. അതിന്റെ കാരണം ചിലർക്ക് അമിതമായി ആഹാരത്തോടുള്ള ആർത്തിയുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാനഡയിലൊക്കെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളില്ല, അല്ലെ? നാട്ടിലാണ്, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അറിയാം, പഴയ കാലത്തൊക്കെ ഇപ്പോഴും പലയിടങ്ങളിൽ വേണ്ട വിധത്തിൽ ഭക്ഷണമില്ലാത്ത പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാനിത് ചുമ്മാ പറയുന്നല്ല. സമൃദ്ധമായിട്ട് പോലും നല്ല രീതിയിൽ പോലും കഴിക്കാൻ കഴിയാത്ത ദൈവദാസൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഞങ്ങൾ പല ദൈവദാസന്മാരുടെ വീടുകളിൽ അവർക്ക് നമ്മളുടെ മിഷന്റെ പേരിൽ, ഞാനൊരു മിഷൻ നടത്തുന്നുണ്ട്, ഗ്ലോബൽ ഫെയ്ത്ത് മിഷൻ. ആ മിഷന്റെ പേരിൽ നമ്മൾ ആഹാര ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് ചെറിയ കിറ്റാക്കിക്കൊണ്ട് കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. പലയിടങ്ങളിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തിന്ന് ശേഷിപ്പിക്കുന്ന, നമ്മൾ കളയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഫുഡൊക്കെ പാപമാണ്. ശരിക്കും അത് തെറ്റാണ്, പാപമാണ്. അത് പാപം തന്നെയാണ്. കാരണം അവരൻ്റെ കഴിക്കാനുള്ള വിഭവത്തെയാണ് നമ്മൾ ഈ വേസ്റ്റ് ആക്കുന്നത്. മന പെറുക്കുന്നവൻ അവൻ ആവശ്യത്തിന് പെറുക്കണം, അവൻ ആവശ്യത്തിന് പെറുക്കി കഴിക്കണം. അവനത് കൊണ്ടുവച്ചിട്ട് അന്ന് വൈകിട്ട് വരെ കഴിക്കാം, പക്ഷെ പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത് കൃമിക്കും, നാറ്റം വെക്കും, അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവൻ ആരുടെയാണ് ഈ കൃമിക്കാനും നാറ്റം വെക്കാനും അനുവദിച്ചു കൊടുക്കുന്നത് അറിയാമോ? തൊട്ടപ്പുറത്തെ കൂടാരത്തിലുള്ളവന്റെ കൂടി ഇവൻ പോയി പെറുക്കുകയാണ്. അതും കൂടെ പെട്ടെന്ന് അവന് കൊടുക്കാതെ പെറുക്കിയെടുത്തു. അവന് അന്ന് അരവയറോടായിരിക്കും കിടന്നത്. അവന്റെ വയറ് നിറയ്ക്കാനുള്ളതും കൂടെ ഞാൻ അപകരിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടത് നാറ് പുഴുത്തുപോയി, ക്രമിച്ചുപോയി. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് നമ്മൾ അത്തരത്തിൽ ആഹാര പ്രിയരായി മാറും, വേസ്റ്റ് ചെയ്യുന്നവരായി മാറരുത്. ഇതിനോട് ചേർന്ന് പറയാം, മദ്യപാനായിരിക്കരുത്. പിന്നെ പറയണം തല്ലുകാരനരുത്. തല്ലുകാരൻ എന്ന് പറഞ്ഞാൽ അക്രമാസക്തനാകരുത്. അക്രമാസക്തനാകരുത്. ദൈവദാസന്മാർ തമ്മിൽ തല്ലുന്ന വാർത്തകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കും, ഇല്ലേ? ഉപദേശിമാർ തമ്മിൽ തല്ലുന്നുണ്ട്. എനിക്ക് അറിയാം, മുക്കട എന്ന് പറയുന്ന നമ്മുടെ അടുത്തൊരു സ്ഥലം, ജോപാസക അറിയാം. മുക്കടയില് ഒരു സഭയുടെ സെക്രട്ടറി എഴുന്നേറ്റ് സങ്കീർത്തനം പ്രബോധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പാസ്റ്റർക്കെട്ട് അടിച്ചു. റാന്നിയിലെ പ്രമുഖനായ ഒരു പാസ്റ്റർക്കെട്ട്, റാന്നിയിലെ പ്രമുഖൻ എന്ന് പറയുമ്പോൾ ടിജോ പാസ് അല്ല കേട്ടോ, റാന്നിയിലെ പ്രമുഖനായ ഒരു പാസ്റ്റർക്കെട്ട് ചർച്ചിലെ ഒരാള് കൈ ഉരുട്ടി ഇടിച്ചു, മൂക്ക് പൊട്ടിച്ചു. പാസ്റ്റർ അറിയാതെ. അപ്പോ ഈ തല്ല് നടക്കുമോ സഭയ്ക്കകത്ത്? പിന്നെ സൂപ്പർ തല്ല് 2 വിധത്തിൽ നടക്കും. കൈ കൊണ്ടും നടക്കും, വാ കൊണ്ടും നടക്കും. എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടും നടക്കും.
ഏത് വിധത്തിലാണെങ്കിലും തല്ലും, മുറിവേൽപ്പിക്കും. മനസ്സിലായില്ലേ? ചിലതിനെ നമ്മൾ തല്ലിക്കൊല്ലുന്ന പോലെ നാക്കുകൊണ്ട് വാക്കുകൊണ്ട് തല്ലിക്കൊല്ലും, അങ്ങനെയൊക്കെ കൊല്ലും. അപ്പൊ അങ്ങനെയുള്ള വഴക്കാളികളാകരുത്. അധ്യക്ഷന്മാർ വഴക്കാളികളാകരുത്, പാസ്റ്റേഴ്സ് വഴക്കാളികളാകരുത്, ലീഡേഴ്സ് വഴക്കാളികളാകരുത്. ഇനി അതൊക്കെ പറയുമ്പോൾ ദൈവമക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. പരസ്പരം പോരടിക്കുന്നവർ, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, അടിവെക്കരുത്, വഴക്കുണ്ടാക്കരുത്, ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. വളരെ 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം തല്ലുകാരൻ അരുത്. അടുത്ത പറയാണ് ദ്രവ്യാഗ്രഹി. ദ്രവ്യാഗ്രഹി ആകരുത്, കേട്ടോ. ദ്രവ്യാഗ്രഹി, ആ പദത്തിന് അർത്ഥം അറിയാം, ദ്രവ്യത്തെ ആഗ്രഹിക്കുന്നവൻ. പണം വേണം, പണം വേണം, എല്ലാ കാര്യത്തിനും സാമ്പത്തികം ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. പക്ഷേ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രവണത പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സഭയിൽ ഒരു വിശ്വാസി ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന വരുമാനം നിൽക്കുമെങ്കിൽ അത് പറയാതിരിക്കുന്നത് ദ്രവ്യാഗ്രഹമാണ്. കാരണം എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ, അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നന്മയ്ക്ക് സാമ്പത്തികമായ കാര്യങ്ങളെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ ആ മിണ്ടാതിരിക്കുന്ന ആറ്റിറ്റ്യൂഡിനെ ദ്രവ്യാഗ്രഹം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ദ്രവ്യാഗ്രഹം അരുത്. പണത്തോടുള്ള ആർത്തി ഉണ്ടാകാൻ പാടില്ല. അതിന്റെ കാരണം എന്താ? ഇതെല്ലാം നമുക്കറിയാം, പണമെല്ലാം നഷ്ടപ്പെട്ടു. ആവശ്യത്തിനുള്ള പൈസ നമുക്ക് ഉണ്ടാകണം. എൻ്റെ ഒരു വിദ്യാർത്ഥി, ഏറ്റവും അടുത്തൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും അദ്ദേഹത്തിന് ലഭ്യമാകുന്ന വരുമാനത്തിൽ ഏതാണ്ടൊരു 60-70% അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാനും ദൈവവേലയ്ക്ക് കൊടുക്കാനും തയ്യാറാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ്, എന്താണെന്നറിയില്ല, എൻ്റെ ഒരു കാലം തൊട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ആശയം. അമേരിക്കയിലൊക്കെ താമസിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് അങ്ങനെയാണ് മനസ്സിൽ തോന്നുന്നത്, ഇതിങ്ങനെ ഒത്തിരി സ്വരുക്കൂട്ടി വെച്ചതുകൊണ്ട് എന്താണ് കാര്യം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് മക്കൾക്കുള്ളത് കരുതണം, നമുക്ക് വീട്ടിലുള്ളത് കരുതണം. പക്ഷെ പൈസ കൂടുതൽ നമ്മുടെ കയ്യിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ചിലര് എന്തെങ്കിലും ചെയ്ത് കളയുന്നവരുണ്ട്. നമുക്കൊന്ന് കറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, തൊട്ടടുത്തുള്ള സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ അയൽവാസികൾ ഒക്കെ ദരിദ്രരായി കിടക്കുന്ന മനുഷ്യരുണ്ട്, വീടില്ലാത്തവര്, അവർക്ക് ജീവിത സാഹചര്യമില്ലാത്തവര്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാഹചര്യമില്ലാത്തവര് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയാത്തത്? നമ്മൾ സഹായിക്കുന്നില്ലെങ്കിൽ അർത്ഥം എന്തെന്നറിയും? ദ്രവ്യാഗ്രഹികളാണെന്ന്. ഞങ്ങളുടെ എന്നെ പണ്ട് വിശ്വാസത്തിൽ നിലനിർത്തിയൊരു ദേവദാസുണ്ട്. അദ്ദേഹം തമാശ പോലെ പറയാറുണ്ട്, ഒരാൾ അവരൻ വന്നിട്ട് ഒരു 1000 രൂപ, 500 രൂപ, 100 രൂപ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാർ പൊതുവെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അദ്ദേഹം തമാശ പോലെ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പായിട്ടു മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് നമ്മളോട് പറയുന്ന ഒരു ദൂതുണ്ട്. ആ ദൂത് ഇങ്ങനെ, നീ ഇങ്ങനെ എന്നെ ഞെരുക്കി ഇവിടെ വെറുതെ നിലത്തിരിക്കാൻ, ദയവായി എന്നെ തുറന്ന് ഇതിന്റെ അകത്തിരിക്കുന്ന പൈസ എടുത്ത് അദ്ദേഹത്തിന് കൂടെ. 100 രൂപ, 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് കർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് കൊടുക്കാനായിട്ട് ദൈവം നിന്റെ തക്കൽ തന്നതുകൊണ്ടാണ് നിന്നെ ഒരാൾ സമീപിക്കുന്നത്. അതുകൊണ്ട് അവർ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് കൊടുക്കാൻ മനസ്സില്ലാതെ വരുന്നതിനെയും ദ്രവ്യാഗ്രഹം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അടുത്തുള്ളൊരുത്തിനും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിന് ദൃഷ്ടിപ്പെടും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹി അരുത്. മനസ്സിലായോ? ഇനി അടുത്തത്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇതിപ്പം ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ സ്ഥലമാറ്റ സമയമാണ്. സെൻട്രൽ പാസ്റ്റർമാരെ ചാക്കിട്ട് പിടിച്ച് വലിയ സഭകൾ വേണമെന്ന് കേരളത്തിലുള്ള ആളുകൾ ഇങ്ങനെ പരക്കം പായുന്ന സമയമാണ്. കൈക്കൂലി കൊടുക്കുന്നുണ്ടായിരുന്നു, അതറിയോ? അക്ഷരാർത്ഥത്തിൽ സെൻട്രൽ പാസ്റ്റർ കൈക്കൂലി കൊടുക്കും. ഈ കൈക്കൂലി നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ വിളിക്കും. മീറ്റിങ്ങിന് വിളിച്ചിട്ട്, സാധാരണ മീറ്റിങ്ങിന് വിളിച്ചിട്ട് നമ്മൾ 10,000, 5,000, 7,000 കൊടുത്ത് ആ മീറ്റിങ്ങിന് ഒരു 10,000-15,000 രൂപ കയ്യിലോട്ട് കൊടുക്കും. അപ്പോൾ അത് ഓർത്തോളൂ, അതിന്റെ അർത്ഥം എന്നാ? അതാണ് കൈക്കൂലി. ഇങ്ങനെ കൈക്കൂലി കൊടുക്കുമ്പോൾ അത് കൈനീട്ടി മേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരാരാണ്? ദ്രവ്യാഗ്രഹി. ഒരു സ്ഥലം മാറ്റം കഴിയുമ്പോൾ ചിലയിടങ്ങളിലെ സെൻട്രൽ പാസ്റ്റർമാർക്ക് ലക്ഷങ്ങൾ കയ്യിൽ വരും. മനസ്സിലായി പറഞ്ഞേ? ഒരു സെന്റർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ലക്ഷങ്ങളാണ് അവർ മേടിക്കുന്നത്. ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമീപനങ്ങൾ, ദ്രവ്യാഗ്രഹികളായിട്ട് ദൈവദാസന്മാർ, ദൈവമക്കൾ തീരുന്ന കാലഘട്ടമാണ്. പക്ഷേ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ദ്രവ്യാഗ്രഹി ആകരുത്. എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും പ്രധാന കാരണമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി
അടുത്ത പറയാം കലഹിക്കുന്നവനാകരുത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നല്ല പോലെയാണ് വഴക്കാളിയാണ്, കലഹം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നമാണ്. ആളുകളോട് സൗമ്യമായിട്ട് ഇടപെടാൻ അറിയത്തില്ല, സ്നേഹത്തോട് ഇടപെടാനായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, എപ്പോഴും വഴക്ക് വഴക്ക്. എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക. ചിലരങ്ങനെ, ചിലർ സഭയില് ദൈവമക്കളും ദൈവദാസന്മാരും പലപ്പോഴും ഈ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു മീറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞാൽ ആദ്യം കയറി അത് ശരിയാകില്ലെന്ന് പറയുന്ന ആളുകളുണ്ട് സഭയിൽ. അത് യഥാർത്ഥ ഒരു വഴക്കിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാം നമുക്ക് ഈ മാസം ഒരു 3 days ഫാസ്റ്റിംഗ് പ്രയർ വെക്കണം, അല്ലെങ്കിൽ ഒരു ദൈവദാസനെ വിളിച്ച് നമുക്ക് ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ദൈവദാസനെ വിളിച്ച് നമുക്ക് ദൈവദിന പ്രസംഗം. അപ്പൊ അതിനാവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, അതിനെ തടയുക. അതൊരു വഴക്കിന്റെ ലക്ഷണം. അതുകൊണ്ട് അടുത്ത ആൾ പറയാം എന്താ കുഴപ്പം, നമുക്ക് ചെയ്യേണ്ടതല്ലേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പോസിറ്റീവ് ആണെങ്കിൽ, സ്പിരിച്വലി ആണെങ്കിൽ, അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, എതിർക്കാനായിട്ട് പാടില്ല. വല്ല വിധേനയും ഒരാൾ കർത്താവിനെ അറിയണം, ദൈവകൃപയിൽ നിൽക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മൾ ആരെന്ന് വെളിപ്പെടുത്താനല്ല, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം നോക്കാതാണോ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരെ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെടാൻ കഴിയില്ല. വചനം പറയുക തല്ലുകാരൻ അരുത്, വഴക്കാളി അരുത് എന്ന് തന്നെ പറയുകയാണ്. കലഹിക്കുന്നവനാകാൻ പാടില്ല. അടുത്ത പറയാം ദുർലാഭമോഹി ആകരുത്. കണ്ടോ, ദുർലാഭമോഹി, മനസ്സിലായോ? ദുർലാഭമോഹി ആകരുത് എന്ന് പറയുന്നുണ്ട്. തീത്തോസിന്റെ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് ദുർലാഭമോഹി എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാകാം. ഒരു ബിസിനസ് ചെയ്താൽ ലാഭം ഉണ്ടാകണം, എല്ലാ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, അല്ലെ? പക്ഷെ ദുർലാഭം ഉണ്ടാകാനായിട്ട് ശ്രമിക്കരുത്, ദുർലാഭം മോഹിയാകരുത്. ഇപ്പൊ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബിസിനസ് മറ്റു രീതിയിൽ ചെയ്യുന്നവരുണ്ട്, എന്തുമാകട്ടെ. ഈവൻ ചിലയിടങ്ങളിൽ ഞങ്ങൾ ദൈവദാസന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയിരിക്കുമ്പോൾ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായി, പൈശാചിക ബന്ധനം ഉണ്ടായി, അല്ലെ പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ശുശ്രൂഷയിലാണ് സംഭവിച്ചെങ്കിൽ അതിന്റെ മേൽ അധികാരം സ്ഥാപിക്കുവാൻ, അതിന്റെ മേൽ ശുശ്രൂഷ ചെയ്യാൻ, അതിനെ ജയിച്ചടക്കാനുള്ള കൃപ കൂടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ചിലർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെന്ത് ചെയ്യും, ഈ വിഷയത്തെ പരിഹരിക്കാതെ മറ്റു ചില ദിവസങ്ങളിലേക്ക് ഈ പ്രോഗ്രാം ആക്കി അതിനെ മാറ്റുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനെ പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ 3 ദിവസം അവരുടെ അരികിലേക്ക് ചെല്ലുക, ഒരു ഒരു മീറ്റിംഗ് ആക്കി അതിനെ മാറ്റുന്ന രീതി ശാസ്ത്രങ്ങൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ജോ പാസ്റ്റർ പോലെയുള്ള ദൈവദാസന്മാര് മണിക്കൂറുകൾ, എന്റെ ഈ ചർച്ചിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് ഒരാളാക്കുന്നുണ്ട്, ഇവിടെ മണിക്കൂറുകൾ, ഏതാണ്ട് അന്ന് രാവിലെ വെളുപ്പിനെ 2 മണിക്ക് കണ്ടാ പോയെന്ന് എനിക്ക് തോന്നുന്നു, അതുപോലെ സമയങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആലോചന പറയാനും അവരെ വിശ്വാസത്തിൽ നിലനിർത്താനും പൈശാചികമായ അവിടെയുള്ള പോരാട്ടങ്ങളെ അഴിച്ചുവിടാനും ഒക്കെ അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചിലർ പക്ഷെ അതിനെ പ്രോഗ്രാമുകളാക്കി മാറ്റും. അതെന്താ അതിന്റെ കാരണം? ദുർലാഭമോഹികളാണ്, ലാഭക്കുതിയന്മാരാണ്. അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല. നമ്മൾ ഏത് കാര്യം, നമ്മൾ എന്ത് ചെയ്താൽ അതിനൊരു ലാഭം നോക്കി ചെയ്യരുത്. ചിലര് ഒരാളെ സഹായിക്കുന്നത്, ഒരാളോട് കൂട്ടുകൂടുന്നത്, ഒരു സഭയോട് ചേരുന്നതിലൊക്കെ അവർക്ക് അവരുടേതായ ഹിഡൻ അജണ്ടകളുണ്ട്. ഹിഡൻ അജണ്ട കൊണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒന്നിനും ഇടപെടാനോ പെരുമാറാനോ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതാണ് ദുർലാഭമോഹി. തന്നിഷ്ടക്കാരൻ എന്ന് തീത്തോസിന്റെ ലേഖനം 1-7. തന്നിഷ്ടക്കാരൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമോ അവന്റെ ആഗ്രഹങ്ങൾക്കോ ഒരു പരിഗണനയും കൊടുക്കാതെ സ്വന്തം ഇഷ്ടം, സ്വാർത്ഥനായിട്ട് മാറുക, സ്വന്തം ഇഷ്ടം. അങ്ങനെ അവനവന്റെ കാര്യം, ഇതിനപ്പുറത്തേക്കില്ല. യോശുവ പറയുന്ന ഒരു വാക്യം കൊണ്ട് നമ്മൾ ചേർന്ന് പറയും, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മോശ അങ്ങനെ ഒരു പദമേ പറഞ്ഞില്ല. യോശുവ പറഞ്ഞതിന്റെ കോൺടെക്സ്റ്റ് വ്യത്യാസമാണെങ്കിലും ആ പദം ചിലപ്പോൾ അത്ര കണ്ട നല്ലതല്ല. കാരണം ഞാനും എന്റെ കുടുംബവും, മോശ ഒരിക്കൽ പോലും പറഞ്ഞില്ല. മോശ പറഞ്ഞത് മുഴുവൻ ജനത്തിനു വേണ്ടിയാണ്. നീ മിസ്രൈമിൽ നിറക്കിക്കൊണ്ടുവന്ന ജനത്തെ വഴി കളയരുത്, ഇവർ അനാഥരായി മാറരുത്, ഇവരെ വാഗ്ദത്തദേശത്ത് എത്തിച്ചില്ലെങ്കിൽ കർത്താവെ നിനക്കാ കേട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിളർപ്പിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന മനോഭാവം, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ചലിക്കുന്നവരാകും. നമുക്ക് പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കുന്നിടത്താണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പം ഇവിടെ തന്നിഷ്ടക്കാരനാകാൻ പാടില്ല. സ്വന്തം ഇഷ്ടം മാത്രം നിറവേറ്റപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന, അത് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അവരുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മാനിക്കാത്ത ആളുകളായി മാറരുത്.
നമുക്കറിയാം, നമ്മൾ ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്കൊരു സ്വാർത്ഥത പ്രശ്നമുണ്ട്. നമ്മൾ പറയുന്നതേ നടക്കൂ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കും. ഞാൻ അങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. ഞാൻ പറയുന്നത് ഇവിടെ നടക്കും. നമ്മുടെ ഇഷ്ടമേ നടക്കൂ. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ പോലും പല ഇഷ്ടങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹനിച്ചു കളയാറുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തന്നിഷ്ടക്കാരൻ ആകരുത്. അപ്പൊ നിഷേധ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വിധായക ഗുണങ്ങളും നിഷേധ ഗുണങ്ങളും പറഞ്ഞു. ഇനി രണ്ടാമത്തെ യോഗ്യത സാമൂഹിക യോഗ്യതയാണ്. ഏതാണ്ട് 5 കാര്യങ്ങൾ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീത്തോസിന്റെ 1:6 നമ്മളത് കാണുന്നുണ്ട്. സാമൂഹിക യോഗ്യതകളാണ്. സാമൂഹിക യോഗ്യതകളിൽ ഒന്നാമത്തത് ഏക ഭാര്യയുടെ ഭർത്താവ് എന്നുള്ള പ്രയോഗമുണ്ട്. ഏക ഭാര്യയുടെ ഭർത്താവ് ആയിരിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഏക ഭാര്യയുടെ ഭർത്താവ്. അപ്പൊ അതിന്റെ അർത്ഥം അന്ന് ബഹുഭാര്യത്വമുള്ള കാലമായി. ആ കോണ്ടെക്സ്റ്റ് അതാണ്. ഇന്നിപ്പോ ബഹുഭാര്യത്വം ഇല്ല. അപ്പോ ഏക ഭാര്യ, അന്ന് ബഹുഭാര്യത്വം ഉള്ളത് കൊണ്ട് ഒത്തിരി ഭാര്യമാരുള്ളവരെ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, അധ്യക്ഷനാകാൻ യോഗ്യത വേണ്ടവൻ ഏക ഭാര്യയുടെ, അല്ലാത്തവർ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ക്രിസ്ത്യൻ എത്തിക്സ് വർക്ക് ചെയ്യുന്നത്, സിറ്റുവേഷണൽ എത്തിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചോദ്യമുണ്ട്, ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 3 വിവാഹം കഴിച്ച് 2 വിവാഹം കഴിച്ചു, അവർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുമോ? അവർക്ക് ദൈവസഭയിൽ വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർക്ക് ദൈവസഭയിൽ വരാം, അവർക്ക് രക്ഷയുണ്ട്, ഇതിനൊന്നും തടസ്സമില്ല. പക്ഷെ അവർ അധ്യക്ഷനാകാൻ പാടില്ല എന്നാണ്. അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. അധ്യക്ഷനായിരിക്കാനായിട്ട് പാടില്ല, സ്വയം ഒഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളില്ല, ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു പാസ്റ്റർ, നല്ല മിടുക്കനൊരു പാസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു പ്രാർത്ഥിക്കണം, മക്കളില്ല എന്നൊക്കെ പറഞ്ഞ. അപ്പൊ എന്നോട് അവിടെ അടുത്തുള്ള ഒരു പാസ്റ്റർ ചോദിച്ചു, സാറേ അത് മക്കളില്ലാത്തത് അദ്ദേഹത്തിനാണ്, പുള്ളിക്കാരിക്ക് മക്കളുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്നാ? പറഞ്ഞു അവർക്ക് 2 ആൺകുട്ടികളും. അപ്പോ ഇദ്ദേഹം ഇവിടെ ശുശ്രൂഷയ്ക്ക് പോയ വഴിക്ക് എന്ത് ചെയ്താൽ ഇവരെയും കൊണ്ടുപോകുന്ന, അവർക്ക് 2 മക്കളും. അപ്പം ഇദ്ദേഹം ഇവിടെ വന്ന് ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവിടെ താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുക. ഭയങ്കര സുവിശേഷ വേല. പ്രവാചകനാണ് അദ്ദേഹം. നന്നായിട്ട് വചനം പറയും, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുണ്ട്. അപ്പം ഞാനത് അതിന് ശേഷം അദ്ദേഹത്തെ വേറൊരു പദവിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഞാൻ പറഞ്ഞു പാടില്ല. മറ്റേ നമ്മളിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിലാണ് അവർ ചേർന്നത്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അത് പാടില്ല. അതിന്റെ കാരണം റീസൺ മനസ്സിലായി, അദ്ദേഹം വിവാഹം കഴിച്ചയാളാണ്, അവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ വേറെ ഒത്തിരി കോൺടാക്ട് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഒരധ്യക്ഷനെ പദവിയിലാക്കി വെക്കുമ്പോൾ അദ്ദേഹം ഏക ഭാര്യയുടെ ഭർത്താവ്. ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ താലി ചാർത്തിയത് കൊണ്ട് മാത്രം ഭർത്താവാകുന്നില്ല. പിന്നെ നമ്മൾ ഉപദേശി ഭാഷ പറഞ്ഞാൽ കൈപിടിച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി നമ്മളിത് പറഞ്ഞു, ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദം ദമ്പതിമാരെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ യോജിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം കൈ കൊടുത്ത് നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടത് കൊണ്ട് ഭർത്താവാകുന്ന ആരും വിശ്വസിക്കണ്ട, ഭാര്യയും ആകത്തില്ല. ഭർത്താവ് എന്ന് പറയുന്നയാൾ ഭാര്യയെ പോറ്റിപ്പുലർത്തുന്നത് പറഞ്ഞ് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നു. അവളെ സ്നേഹിക്കണം, അവളെ കരുതണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവളെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്നയാള് ഒരു കല്യാണം കഴിച്ച ഒരാൾക്ക് അധ്യക്ഷനാകാന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു കല്യാണം ഞാൻ കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ അധ്യക്ഷനാകാം, അങ്ങനെയല്ല ഇത്. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, ഭർത്താവിന്റെ ക്വാളിറ്റിയും കൂടെ ഉണ്ടാകും. അതാണ് ഭർത്താവിന്റെ ക്വാളിറ്റി. ശാരീരികമായും മാനസികമായും കുടുംബപരമായും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളായിരിക്കണം അധ്യക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലായ പറഞ്ഞ. അങ്ങനെ വചനം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യയോടുള്ള ബന്ധത്തില് ചെയ്തു കൊടുക്കുന്ന ആ മനോഭാവമുള്ള
ഒരാളെയാണ് ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ ഏക ഭാര്യയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കല്യാണമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് അധ്യക്ഷനാകാമെന്നല്ല അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ഒരു ഭർത്താവ് ചെയ്യേണ്ട എല്ലാ കടമകളും കർത്തവ്യങ്ങളും നന്നായി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഏകഭാര്യയുടെ ഭർത്താവ് അധ്യക്ഷനാകാൻ യോഗ്യതയുള്ളവനാണ്, അല്ലെങ്കിൽ അധ്യക്ഷൻ. ഈ ഞാൻ ഒരു പാസ്റ്റർ ഈ അടുത്ത അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുക. ആ സഹോദരി ഇവര് വലിയ സാമ്പത്തിക പ്രതിസന്ധി പോയപ്പോൾ നമ്മൾ പലവട്ടം സഹായിക്കുകയും ചെയ്തു. അപ്പം എന്നോടൊരിക്കൽ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ വൈഫിനോട് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് വിഷമിച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ പലപ്പോഴും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാൻ ഞാനാണ് കടം ചോദിക്കാൻ പോകുന്നത്. ഞാൻ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും പോയി കടം ചോദിക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആ സഹോദരനെ വഴക്ക് പറഞ്ഞു, ദേവദാസനെ വഴക്ക്. ഞാൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അനുവാദത്തോടെ ചെയ്യാം, അല്ലെ അടുത്ത സുഹൃത്തുക്കളാണ് ചോദിക്കുക. മറിച്ച് ഒരു കടവോ ബാധ്യതയോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ നേരിടാനായിട്ട് ഭാര്യ ഒരിക്കലും എന്ത് ചെയ്യരുത്, പറഞ്ഞു വിടരുത്. കടം മേടിച്ച ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ആള് വരുമ്പോൾ ഈ പുള്ളി മാറും, അതുകൊണ്ട് ഭാര്യയെ പറഞ്ഞു വിടുക. പുള്ളിക്കാരി കരഞ്ഞും പറഞ്ഞും കാല് പിടിച്ചു എന്ത് ചെയ്യുക, എങ്ങനെയും പ്രശ്നം പരിഹരിക്കും. നല്ല ഭർത്താവല്ല, അവരോട് അപമര്യാദയായി ഒരാൾ പെരുമാറി. അത് ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒരാൾ അപമര്യാദയായി പെരുമാറി, മോശമായ വാക്ക് ഭാര്യയോട് പറഞ്ഞു. ഈ സഹോദരി അത് വിഷമിച്ച് സങ്കടപ്പെട്ട് ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നു. ഞാൻ പറഞ്ഞ അത് മറ്റൊരിടത്ത് അല്ലണമെന്നല്ല, പക്ഷേ ഒരാശ്വാസവാക്ക് പറഞ്ഞിരുന്നു മാത്രമല്ല, പിന്നെയും ഈ പറഞ്ഞ മോശമായി സംസാരിച്ച ആളുകളോട് സൗഹൃദം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. അദ്ദേഹം ഇന്നും ഒരു സഭയുടെ പാസ്റ്ററാണ്. ഭാര്യയെ നന്നായി നോക്കും, ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റിപ്പുലർത്തും. അവൾ ഒന്നിനും ആളുടെ മുമ്പിൽ കൈനീട്ടാൻ നമ്മൾ അനുവദിക്കരുത്. ആ നിലകളിൽ സംരക്ഷിക്കുക. അതിന്റെ കാരണം അറിയും, ഒരു ഭാര്യയുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെയോ സാഹചര്യങ്ങളെയും അറിഞ്ഞ് അവളെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും കഴിയാത്ത ഒരു പാസ്റ്റർക്ക്, ഒരു സഭയെ, ഒരു വിശ്വാസിയെ കരുതാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം. അങ്ങനെയുള്ള അതിന്റെ അർത്ഥം. അപ്പോൾ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. വീണ്ടും പറയാണ്, രണ്ടാമത്തെ ക്വാളിറ്റി, സാമൂഹിക യോഗ്യതകൾ രണ്ടാമത്തത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനാണ്. അതൊരു വലിയ പ്രശ്നമാണ്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുക. സ്വന്തം കുടുംബത്തെ എല്ലാവരും ഭരിക്കാം, പക്ഷേ റൈറ്റ് വേയിൽ കുടുംബത്തെ കൊണ്ടുപോകാൻ അതിന് നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക കുടുംബം. ആ കുടുംബം ഒരു മാതൃകാ കുടുംബമായി മാറും, മറ്റുള്ളവർക്ക് ആശ്വാസമുള്ള കുടുംബമായി മാറും. ഇത് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വിശ്വാസി വരേണ്ട സാഹചര്യം ഉണ്ടായുള്ള സ്ഥിതിയൊന്നും. ഒരു പാസ്റ്ററും ഭാര്യയും ഭയങ്കര വഴക്ക്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായ വിഷയം തീർക്കാൻ അവിടെ ചെന്നു. എൻ്റെ കൂടെ വന്നയാളാണെങ്കിൽ, അദ്ദേഹം അന്ന് ചർച്ചയിൽ വരുന്ന ആളാണെങ്കിൽ ഒരു അവിശ്വാസി, ചർച്ചയിൽ വരുന്ന ആളാ, പക്ഷെ വല്ലപ്പോഴും വരത്തുള്ളൂ, ഭാര്യ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അവിടെ ചെന്നപ്പോ ആ ഭാര്യ പറഞ്ഞു, എനിക്ക് അങ്ങനെ കാണണം, എന്നോട് സംസാരിക്കണം, എന്റെ കെട്ടിയോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി, ഭയങ്കര വഴക്ക്. അപ്പോഴത്തേക്ക് ഈ സഹോദരൻ പറഞ്ഞു, ദൈവദാസിയെ, നിങ്ങളൊക്കെ ദൈവമക്കളല്ലേ, നിങ്ങളല്ലേ ഞങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടത്. അപ്പൊ ഞങ്ങളോട് പറയാം, സഹോദരന്മാരെ, ഞാനല്ല, അദ്ദേഹമാണ് മാതൃക കാണിക്കാത്ത, അദ്ദേഹത്തിന്റെ മുമ്പിൽ വരാനുള്ള ധൈര്യമില്ല, ഭയങ്കര വഴക്ക്, പറയാൻ പറ്റാത്ത എല്ലാം പറയാം. അപ്പോ എന്താ പറഞ്ഞേ, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയത്തില്ലാത്ത ഒരാൾക്ക് സഭയെ ഭരിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞ അനുസരിക്കുന്നവരാണ്, അല്ലാതെ നമ്മുടെ സഭയിലെ പിള്ളേരെ നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഭാര്യ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളാണ്, അല്ലാതെ നമുക്ക് സഹോദരിമാരെയോ സഹോദരന്മാരെയോ അനുസരിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കുടുംബത്തിലെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ഒരാളായിരിക്കണം പാസ്റ്റർ. നന്നായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഡ്മിനിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകളിലാണ്. സാമ്പത്തിക അച്ചടക്കം, മനസ്സിലായി പറഞ്ഞേ, കുടുംബത്തിന്റെ അച്ചടക്കം, മറ്റു കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളുടെ അച്ചടക്കം, ഭക്ഷണ, എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കം ഉണ്ടാകും. ഏതാ? അധ്യക്ഷന്മാരുടെ കുടുംബത്തിന്. ദൈവമക്കൾ, അധ്യക്ഷൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ മാത്രം ചിന്തിക്കണം. ദൈവമക്കളുടെ കുടുംബത്തിന് ആ അന്തരീക്ഷം അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരാളെയും ഭരിക്കാനായിട്ട് കഴിയത്തില്ല. അവരെ ഭരിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല, അവകാശമില്ല, റൈറ്റ് ഇല്ല. നമുക്ക് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവര് മുതിർന്നവരായി, അവർക്ക് പലപ്പോഴും നിഷേധമായ കാര്യങ്ങൾ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇനി വിശ്വാസികളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൈവദാസന്മാരുടെ മക്കൾ, അവരെ മനുഷ്യരായി പലപ്പോഴും ആളുകൾ പരിഗണിക്കാറില്ല. എന്തെങ്കിലും അവർക്കൊരു ചെറിയ വീഴ്ചയോ ചെറിയ കാര്യങ്ങളോ കുഞ്ഞുങ്ങളിൽ സംഭവിക്കുമ്പോൾ അവരെ പെട്ടെന്ന് ഇവർ ചൂണ്ടും, നീ ദൈവദാസന്റെ മോനാകട്ടോ,
എന്ന് പറഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങൾക്കില്ലാത്ത നിലയിലുള്ള ഒരു കാർക്കശ്യവും ഒരു അതിർവരമ്പുകളും അവർക്ക് നിശ്ചയിക്കും. ഈവൻ അവർ കളിക്കാൻ പോകത്തില്ല, അവർക്ക് എന്തെങ്കിലും ദേഷ്യം വന്നെന്ന് പറഞ്ഞു പ്രശ്നമാണ്. അപ്പൊ അവരുടെ ഓരോ പ്രായത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായ വളർച്ചയും വ്യത്യാസവും വികാസവും ഉണ്ട്. ഇതിനെ പരിഗണിക്കാതെ മക്കൾ എന്ന നിലയിൽ വല്ലാതെ അവരെ ഇങ്ങനെ ഒതുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒതുക്കാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത്. രണ്ട്, വിശ്വാസികൾ അതിന് മുതിരരുത്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അവരെ വിശ്വാസികൾക്ക് പരിപാലിക്കാനും സ്നേഹിക്കാനും കരുതാനും ശാസിക്കാനും കഴിയുമ്പോൾ അവർ മെച്ചപ്പെട്ടു വരും. അതാണ് എന്റെ പ്രതി. രണ്ട്, നമുക്കറിയാം സ്വാഭാവികമായും ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ പിശാച് നോട്ടം വിടും. അവരെ തകർത്ത് കളയാൻ, അവരെ മുടിച്ചു കളയാനുള്ള പദ്ധതികൾ ഒരുക്കും. പക്ഷെ അവിടെ നമുക്ക് അതിനെ വിജയിക്കാൻ, അതിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കർത്താവ് കൃപ തരണം. നമ്മൾ അവരെ വളരെ ബാല്യത്തിൽ നമുക്ക് അവരെ പുലർത്താൻ, നോക്കി നടത്താൻ കഴിയും. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം, ഇത് പ്രായോഗികതയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബം. ആ കുടുംബം ദേവദാസൻ വളരെ ശക്തനായ ഒരു മനുഷ്യനാണ്. എല്ലാ പൊതു ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുന്നതാണ്, മറ്റു ചർച്ചിന്റെ ഭാഷല്ല. പക്ഷെ അദ്ദേഹം ഈ പ്രഭാഷണ വേദികളിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോടുള്ള ബന്ധം ഭയങ്കര വളരെ കാർക്കശ്യമായിട്ട് ഇടപെടുകയും അവരെ അനങ്ങാൻ സമ്മതിക്കലുണ്ട്. അപ്പൊ രസകരമായ കാര്യം, അവരുടെ മീറ്റിങ്ങിൽ പലതും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ രസം, പുള്ളിക്ക് ഒറ്റ മോനെ, ഇവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും. ഇവന് വിഷന്ന ഇവൻ പോയി അവർ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കും മീറ്റിങ്ങിനിടയ്ക്ക്. ഇവൻ ഇടയ്ക്ക് വന്നിട്ട് ഒരു പാട്ട് പാടുകയാണ്, ഇടയ്ക്ക് വന്നിട്ട് ഡ്രം എടുത്ത് ഇവനും പൊട്ടും. 2-3 പൊട്ട് പൊട്ടിട്ട് ഇവൻ എഴുന്നേറ്റ് പോകും. ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഞാൻ ഇവനെ ചെല്ലുമ്പോഴെല്ലാം വഴക്ക് പറയും, ശാസിക്കുകയൊക്കെ ചെയ്യും. രസകരമായൊരു കാര്യം, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയും. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം കുഞ്ഞുങ്ങളെ വല്ലാതെ ശാസിക്കും. പക്ഷെ ഈ സഹോദരന്റെ, ഈ ദൈവദാസന്റെ മകൻ ഇദ്ദേഹത്തെ പൊട്ടാന്ന് വിളിക്കുന്നത്. പൊട്ടാന്ന്, അതിന് വേറെ മക്കളോ ചേർത്താ പറയുന്നത്. എവിടെ ഇരുന്നിട്ട് എടാ പൊട്ടാ നീ എപ്പോഴാ വന്നേന്നല്ലേ. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ ഈ ബാഗ് താഴെ ഇട്ടിട്ട് അപ്പനോട് ചോദിക്കും, എടാ പൊട്ടാ നീ എപ്പോഴാ വന്നേന്നല്ലേ. എന്ന് പറഞ്ഞാൽ പുള്ളി നേപ്പാളിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ സുവിശേഷകർക്ക് പ്രാർത്ഥിക്കാനൊക്കെ പോകും. സുവിശേഷന 2 ദിവസം എപ്പോഴാണ് പൊട്ടാ നീ വന്നേ എന്നാ ചോദിക്കും. ഞാൻ അക്ഷരാർത്ഥി കണ്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്റെ സാന്നിധ്യത്തിൽ അവൻ മിണ്ടുകയില്ല, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ മിണ്ടുകയില്ല. ഞാൻ വല്ലാതെ ശാസിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കേൾക്കുമ്പോൾ ആ കർത്താവിന്റെ ദാസി വളരെ സന്തോഷവതിയാണ്. അതായത് സ്വന്തം ഭാര്യ മകൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ചിരിയാണ്. ചിരിച്ചോണ്ട് അതിന് ഞങ്ങോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ ചോദിക്കും എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. ഒരിക്കൽ പോലും അവര് എടാ അപ്പനെ അങ്ങനെ പറയരുത് ഒരിക്കൽ പോലും പറഞ്ഞു. ഇപ്പൊ ആ കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അവൻ വളരെ ബാല്യം തൊട്ട് അങ്ങനെ. ഇപ്പോഴും മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം. അവരെ നമ്മൾ മര്യാദയ്ക്ക് വളർത്താനായിട്ട് നമുക്ക് കഴിയണം. അവര് നമ്മുടെ കൈവിട്ടു പോകാനായിട്ട് പാടില്ല. ഇനി അടുത്തത്, വിശ്വാസികളായ മക്കൾ ഉള്ളവരായിരിക്കും. അങ്ങനെ ഒരു നിർബന്ധം പറഞ്ഞത്, വിശ്വാസികളായ മക്കൾ ഉള്ളവർ. ഈ വിശ്വാസികളായ മക്കളില്ലാത്തവർക്ക് അധ്യക്ഷനായിട്ടിരിക്കാനുള്ള യോഗ്യത ഇല്ല. അടുത്ത ദിവസങ്ങളിൽ ഷമി പാസ്റ്ററെ ഇങ്ങനെ ഞങ്ങൾ ഈ സംസാരിച്ചപ്പോ എന്നോട്, ഞാൻ അവിടുത്തെ ദേവസ്വമാരോട് ചോദിച്ചു, ഇനി ഈ സെൻട്രൽ പാസ്റ്ററിന് ശേഷം ആ കുടുംബത്തിൽ നിന്ന് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ആളുണ്ടോ ആ ലീഡർക്ക് ശേഷം? അപ്പൊ എന്നോട് ഒരു മോനേ ഉള്ളൂ, അവൻ വിശ്വാസത്തിലല്ലാന്ന്. 26 ചർച്ചുള്ള ഒരു സെൻട്രൽ പാസ്റ്റർ മോൻ വിശ്വാസത്തിലല്ല, അവൻ ചർച്ചിൽ പോലും പോയില്ല. ഞാൻ അദ്ദേഹം ഈ വചനാനുസൃത എങ്ങനെയാണ് അദ്ദേഹത്തിന് അധ്യക്ഷനായിട്ടിരിക്കാൻ കഴിയും? അതൊന്നും പറയണ്ട. ഞാൻ എന്തുകൊണ്ട് പോകുന്നില്ല? അത് അപ്പനും മോനും തമ്മിലുള്ള പ്രശ്നമല്ല, വേറെ പ്രശ്നമില്ല. അപ്പനും മോനും തമ്മിലുള്ള വിഷയത്തിൽ മകൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇവിടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളുടെ കാര്യമൊക്കെ ഞാൻ ഈ പറയാം. നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകൾ. ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല, ക്ലാസ് ആയതുകൊണ്ട് ഇത് ഇന്ന് നടക്കുന്ന കാര്യമാണ്, ഇത് പറയാതെ പോകാനായിട്ട്. അപ്പൊ വിശ്വാസികളായ മക്കളുള്ളവരാണ്. അപ്പൊ അവർക്ക് ദൈവഭയം ഉണ്ടാകണം, ദൈവവചനത്തിൽ അവർക്ക് ആധികാരികമായ അറിവുണ്ടാകണം, അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ബോധ്യത ഉണ്ടാകണം. ഞാനൊരു കാര്യം പറയാം, എല്ലാ പാസ്റ്റർമാരുടെ മക്കളും പാസ്റ്റർ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നേരിയ നിർബന്ധം പോലും ഇല്ല, അതിനാവശ്യമില്ല. കാരണം പാസ്റ്റർ ആകുക, ശുശ്രൂഷയ്ക്കിറങ്ങുക എന്നുള്ളത് ദൈവം നേരിട്ട് വിളിക്കേണ്ട വിളിയാണ്. അതൊരു പാസ്റ്റർ മോനായതുകൊണ്ട് ഒരു ഡോക്ടർ മോൻ ഡോക്ടർ ആകുന്ന പോലെയോ എഞ്ചിനീയറുടെ മോൻ എഞ്ചിനീയർ ആകുന്ന പോലെയോ ആകേണ്ട ശുശ്രൂഷയല്ല ഒരു പാസ്റ്റർ മോൻ പാസ്റ്റർ ആകുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു പാസ്റ്റർ മോൻ എന്നല്ല, സകല മനുഷ്യരും, രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരും സുവിശേഷകരാകും. അവന് സുവിശേഷകനാകാം, അവന് ജോലിക്ക് പോകാനൊന്നും കുഴപ്പമില്ല.
അതിന് ഒരു തടസ്സവും ഇല്ല. ഒരു മോൻ പാസ്സാകണം എന്ന് ഒരു നിർബന്ധവും ഒരു വചനത്തിനും പറയുന്നില്ല. കാരണം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം നമ്മെ നിയോഗിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവം വിളിക്കണം. ശുശ്രൂഷയ്ക്ക് കർത്താവ് വിളിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശുശ്രൂഷകാകാൻ പറ്റുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ വിശ്വാസികളായ മക്കൾ ഉണ്ടാകണം. അതിഥിപ്രിയനായിരിക്കണം എന്ന് പറയുന്നു. അതിഥിപ്രിയൻ, ആതിഥേയത്വമുള്ള ആളാകണം. ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു ലീഡർ ആരുമാകട്ടെ, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. അതിഥിപ്രിയർ എന്ന് പറഞ്ഞാൽ അതിഥികൾ വീട്ടിൽ വന്നാൽ അവരെ സ്നേഹത്തോടെ കൈക്കൊള്ളാനും കരുതാനും നമുക്ക് കഴിയണം. കാരണം നമ്മുടെ വീടുകളിലേക്ക് ഒരാൾ വരുന്നത് നമ്മളെ സ്നേഹിച്ചിട്ടാണ്. അല്ലാതെയും വരുന്നവരുണ്ട്, അവരെ കരുതണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാറില്ല. പക്ഷേ നമ്മുടെ സ്നേഹിതർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവര് നമ്മുടെ വീട്ടിൽ വരും നമ്മളെ സ്നേഹിച്ചിട്ടാണ്. അപ്പം അതിഥിപ്രിയരായിരിക്കണം. അവരെ കരുതാനും കൈക്കൊള്ളാനും നമുക്ക് കഴിയണം. കാരണം എന്താണെന്നറിയാമോ, ഈ അതിഥികളെ സൽക്കരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അബ്രഹാമിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് 3 അതിഥികൾ എത്തുകയാണ്. അവരെ കണ്ടിട്ട് പെട്ടെന്ന് അബ്രഹാം എഴുന്നേറ്റു. അബ്രഹാം അവർക്ക് വേണ്ടി ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അവരത് കഴിച്ച് തൃപ്തരായി മടങ്ങുമ്പോ കഴിഞ്ഞ 25 ആണ്ടുകളുടെ കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ട് ആ പറഞ്ഞ വാക്തത്വങ്ങളുടെ നിവർത്തി അന്ന് ആ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. ആ പദം അർത്ഥവത്തായ ഒരു പദമാണ്. അടുത്ത ആണ്ടിൽ നീ ഒരു മകനെ അണയ്ക്കും. സ്പെസിഫിക് ആയിട്ടൊരു ദൂത്, നീ മകനെ അണയ്ക്കും അടുത്ത ആണ്ടിൽ. ആ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഇടുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യത നമ്മളെ പഠിപ്പിക്കുന്നത്. അബ്രഹാം ആ അതിഥികളെ വന്നപ്പോ അവരെ ആട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ, അവരെ ഓടിച്ചു കളഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ പോ എന്ന് പറഞ്ഞ് അവരെ മാറ്റിക്കളഞ്ഞിരുന്നെങ്കിൽ, അവരെ എവിടെയെങ്കിലും ഇരുത്തി അല്പം വെള്ളം കൊടുത്ത് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിരുന്നു. അങ്ങനെയല്ലേ? അവർക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവർ മടങ്ങിപ്പോകുമ്പോ ഒരു വാക്തത്വം, ഒരു നന്മ, ഒരു അനുഗ്രഹം ആ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു. പക്ഷെ ഒരു കാര്യമാണ്, അതിഥികളായിരിക്കണം. അവര് നമുക്കൊരു ശല്യക്കാരാകാൻ പാടില്ല. അതിഥികളെ തെരഞ്ഞെടുക്കുന്നതിനും പ്രാധാന്യമുണ്ട്. എന്നാൽ അവർ ഒരിക്കലും നമുക്ക് ശല്യക്കാരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരോ ആകാനായിട്ട് പാടില്ല. ഇനി 1 തിമോഥെയോസ് 3:7 നമ്മൾ വായിക്കുന്നുണ്ട്, അടുത്തൊരു യോഗ്യത വായിക്കുന്നുണ്ട്. പുറമെയുള്ളവരുടെ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിക്കണം. പുറത്തുള്ളവരുടെ ഇടയിലും മതിപ്പുള്ളവനായിരിക്കണം അയാൾ, അല്ലെങ്കിൽ അയാൾ ദുഷ്കീർത്തിയിലും പിശാചിന്റെ ഗണിയിലും അകപ്പെടാം. അപ്പം സഭയ്ക്കകത്ത് മാത്രമല്ല, വിശ്വാസകോണത്തിൽ, വിശ്വാസമുഖത്തിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള മനുഷ്യരോടും നമുക്കൊരു നല്ല സാക്ഷ്യം, നല്ല ഇടപെടൽ ഉണ്ടാകണം. പുറത്തുള്ള മനുഷ്യരോട് നല്ല ബന്ധം ഉണ്ടാകണം. നമ്മൾ പറയും ഈ ജാതികളുടെ ഇണയില്ലാപ്പണ കൂടുതൽ, ഇങ്ങനെ ഒരു പദം പറഞ്ഞിട്ട് നമ്മൾ ഈ മറ്റു മനുഷ്യരോട് ഇടപെടുക. ജാതി പറഞ്ഞും മതം പറഞ്ഞും മാർഗം പറഞ്ഞും നമ്മൾ മാറുന്നില്ല. നമ്മുടെ ഞാൻ താമസിക്കുന്ന വീടിനടുത്തൊക്കെ ഒത്തിരി ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നതിന്റെ പ്രശ്നമുള്ള ഏറിയാണ്. പക്ഷേ അവർ നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളുടെ ഒച്ചയമ്പകളൊക്കെ അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നാലും പ്രത്യക്ഷത്തിൽ ഒരിക്കൽ പോലും അവർ നമ്മളോട് കയർത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇവരുമായിട്ടെല്ലാം നല്ല സൗഹൃദം സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പുറമെയുള്ള മനുഷ്യരുമായിട്ടുള്ള സൗഹൃദം, അവർ ജോലി സ്ഥലത്ത് ചെല്ലും, അവരാരുമായിട്ടുള്ള, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അവർക്ക് പറയാൻ നമ്മളിലൂടെ അവർ യേശുവിനെ കാണും. എങ്ങനെ നമ്മളിലൂടെ കാണാൻ പറ്റും? നമ്മൾ ജോലി സ്ഥലത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇടപെടുന്ന ആളാണെങ്കിൽ, ഒരു കാര്യത്തിലും ആളുകളെ സഹായിക്കാത്തവരാണെങ്കിൽ, സ്വാർത്ഥത്തോട് ഇടപെടുന്ന ആളാണെങ്കിൽ, എങ്ങനെയാണ് നമ്മളിലൂടെ അവർ യേശുവിനെ കാണാൻ കഴിയും? അവർക്കൊരു പ്രശ്നമുള്ളപ്പോ, ഒരു പ്രയാസമുള്ളപ്പോ അവരധികം സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കുക കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയാനും അവരെ ആശ്വസിപ്പിക്കാനും നമുക്ക് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് താമസിച്ച ഒരു വീട് ഒരു ഹൈന്ദവരുടെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹം അവിടുത്തെ സാറ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി പോകണമെങ്കിൽ ഇവരുടെ ഗേറ്റ് തുറന്ന് ഇവരുടെ മുറ്റത്തൂടെ കയറി നമ്മൾ വാടക താമസിച്ച വീട്ടിലേക്ക് പോകാൻ കഴിയും. അവരുടെ പഴയ തറവാട് വീടാണ്. അപ്പൊ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എല്ലാ ദിവസവും വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ മുറ്റത്തൂടെ വേണം കയറി പോകാൻ. നല്ല സൗഹൃദം എപ്പോഴും അവരുമായിട്ട് സൂക്ഷിക്കും. മാത്രമല്ല അവർക്കും ഇങ്ങോട്ട് ആ സൗഹൃദമുണ്ട്. നമ്മളൊരു പാസ്റ്ററാന്ന് അറിഞ്ഞിരുന്നുകൊണ്ടും അദ്ദേഹം പറഞ്ഞു, ഇതിനു മുമ്പ് ഒരു പാസ്റ്റർ ഇവിടെ താമസിച്ചത്, അടന്ന് സാറിന് ഇവിടെ താമസിച്ചിട്ട് പോകുമ്പോൾ ഒരു വീട് വെച്ച് വേണം എന്ത് ചെയ്യാൻ, ഇവിടുന്ന് പോകാൻ. അങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് സൗഹൃദത്തിൽ പറയുകയാണ്. അവിടെ മീറ്റിങ്ങിനൊക്കെ ഞാൻ അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയിരുന്നു 3 ദിവസമൊക്കെ. ആ വീട്ടിൽ തൊട്ടടുത്തടുത്താണ് വീട്. ഒരു 2-3 മീറ്റർ വ്യത്യാസമുള്ള ഈ വീട് രണ്ടും തമ്മിൽ. മേളിൽ തിട്ടപ്പുറത്ത് പഴയ തറവാടുകൾ, താഴെ റോഡ് സൈഡിൽ ഇവരുടെ വീട് തൊട്ടടുത്തടുത്താണ്.
നമ്മുടെ പ്രാർത്ഥനയെ ഒച്ചയൊക്കെ അവർക്ക് കേൾക്കാം. അപ്പൊ അവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ ആളുകൾ വരുമ്പോൾ ഈ ഗേറ്റ് കടന്ന് പോരാ, ഒരു പ്രശ്നമില്ല. ആ ഗേറ്റ് കടന്ന് വരും. അദ്ദേഹം എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും, എന്റെ പേരെ വിളിക്കും, സുല്ലേ, വരുന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ടോ, എന്താ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എത്ര പേര് വന്നു, സന്തോഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ മറ്റു മതസ്ഥർ നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ഒരുമാതിരി എന്താ പറയുന്നത്, വേറെ ഒരു ശൈലി, ആത്മീയ ശൈലിയാന്ന് പറഞ്ഞ് രൂപപ്പെടുത്താം. നമ്മള് അങ്ങനെയല്ല. നമ്മൾ സാമൂഹ്യ ജീവിയാണ്. നമ്മളിലൂടെ ക്രിസ്തുവിനെ ആളുകൾക്ക് അറിയാൻ കഴിയണം. യേശു ക്രിസ്തുവിന്റെ സ്വഭാവ ശ്രേഷ്ഠ നമ്മളിലൂടെ വെളിപ്പെട്ടു വരണം. അതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. അതാണ് സാമൂഹിക യോഗ്യത. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സാമൂഹിക യോഗ്യത. ആ യോഗ്യത നമുക്കുണ്ടാകണം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ ആണ്. ആത്മീയ യോഗ്യതകളും പിന്നെ ഇച്ഛാപരമായ യോഗ്യതകൾ. ഇങ്ങനെ രണ്ടെണ്ണം കൂടെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു സമയം മുന്നോട്ട് പോയി, അതുകൊണ്ട് സമയം നമുക്ക് മുന്നിലില്ല. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ തന്നെ മൂപ്പന്റെ ശുശ്രൂഷകളെ കുറിച്ചും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാനായിട്ടുണ്ട്. അവിടെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ശുശ്രൂഷകന്മാരും അവരുടെ യോഗ്യതകളും. ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ പിന്നീട് പറയുന്നുണ്ട്, ശുശ്രൂഷികമാരുടെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു അധ്യായം കൂടെ പിന്നെ പറയാനായിട്ടുള്ളൂ. അത് സഭാ ശിക്ഷണ നടപടിയെ കുറിച്ചാണ്. ഓക്കെ, അത് നമുക്ക് 1-2 ക്ലാസ് കൂടെ നമുക്ക് കിട്ടും. 15 ക്ലാസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 12ാമത്തെയോ 2 ക്ലാസ് ആണെന്ന് തോന്നുന്നു. 12-13 ക്ലാസ്സാണ്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 2 കാര്യങ്ങളെ പഠിച്ചുള്ളൂ, പക്ഷെ അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായ യോഗ്യതകളും സാമൂഹിക യോഗ്യതകളും. നമുക്ക് നല്ല പാസ്റ്ററായിട്ടിരിക്കാം, നല്ല വിശ്വാസിയായിട്ടിരിക്കാം, മാതൃകയുള്ളവരായിട്ട്. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് യേശുവിനെ കാണട്ടെ, യേശുവിനെ അറിയട്ടെ. സമൂഹത്തിൽ നമുക്ക് ഒരാളോട് ചെന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും, സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മളെ കാണുമ്പോൾ ഒരു എന്താ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പ്രസൻസിൽ അവർക്ക് അനുഭവിക്കാനായിട്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ലപോലെ അത്തറൊക്കെ പൂശി ഒരാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോഴും തൊട്ടടുത്ത ആളുകൾ നല്ല മണമെന്ന് പറയും, നല്ല സ്മെല്ലാണ്. അതേ സമയത്ത് തന്നെ ദുർഗന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഈ പോകുന്നയാള് നമ്മളെടുത്തുകൊണ്ട് ഒരു അത്തറും പൂശിയില്ല, അദ്ദേഹം നമ്മൾ അടുത്ത് വന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സാമീപ്യം നമ്മളെ ആ ഒരു നല്ല അനുഭൂതിയിലേക്ക്, നല്ല സ്മെൽ, നല്ല മണത്തിലേക്ക് നയിച്ചു. നമ്മളിൽ അങ്ങനെ ഒരു സുഗന്ധം ഉണ്ടാകും. ആ സുഗന്ധം ക്രിസ്തു ആകട്ടെ, ആ സുഗന്ധം ക്രിസ്ത്യാനിത്വമാകട്ടെ, ആ സുഗന്ധം ദൈവവചനത്തിന്റെ സുഗന്ധമാകട്ടെ. അങ്ങനെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.